ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്യുന്നു. വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ, കേരള വന ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിച്ചു. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് പേപ്പറുകളുടെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് മുഖ്യമന്ത്രി എന്നോടൊപ്പം സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. നിയമസഭയിൽ നിന്നും വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര വിഷയം ചർച്ച ചെയ്യണം എന്ന് ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപങ്ങളിൽ തുടർച്ചയായ 3-ാം ദിവസവും ചർച്ച നടക്കുന്ന അപൂർവ കാഴ്ചയാണ് ഇന്ന് നിയമസഭയിൽ കാണാനായത്. വിലക്കയറ്റത്തെക്കുറിച്ച് PC വിഷ്ണുനാഥ് അടക്കമുള്ളവർ നോട്ടീസ് നൽകിയിരുന്നു. തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ അവസരം ലഭിക്കും എന്നും അതിനാൽ ചർച്ച നടക്കട്ടെ എന്നുമുള്ള നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ, കേരള വന ഭേദഗതി ബിൽ എന്നിവ മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ അവതരിപ്പിച്ചു. ജൽജീവൻ മിഷനിലൂടെ സംസ്ഥാനത്ത് ഇതുവരെ 54.45 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 9 നിയമസഭാ മണ്ഡലങ്ങളിലും 117 പഞ്ചായത്തുകളിലും പദ്ധതി 100% കൈവരിച്ചതായി അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ 73 ഗ്രാമങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി OR കേളു നിയമസഭയിൽ അറിയിച്ചു. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട 2 ദിവസത്തെ കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ, രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. 17 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കുന്നതിന് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജനങ്ങൾ വികസനത്തിലെ ഗുണഭോക്താക്കൾ മാത്രമല്ല, നാടിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് സജീവ പങ്കാളികളാണ് എന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. 2025 മലയാള ഭാഷാ ബില്ലിന്റെ കരടിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 2 ദിവസത്തെ ദേശീയ ആയുഷ് ശില്പശാല കോട്ടയത്ത് ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആയുഷ് മേഖലയിലെ IT സൊല്യൂഷനുകൾ എന്നതാണ് വിഷയം. ആയുഷ് ചികിത്സാ മേഖലയെ കൂടുതൽ ജനകീയമാക്കുന്നതിന് നൂതന വിവര സാങ്കേതിക വിദ്യയുടെ ഇടപെടലുകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. മൂന്നാറിൽ KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവർക്ക് സസ്പെൻഷൻ. അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പരാതി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഈ മാസം 12-ന് 45 യാത്രക്കാരുമായി സൈറ്റ് സീയിങ് സർവീസിന് ശേഷം മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. കഴിഞ്ഞ 11 വർഷമായി സദ്ഭരണവും പൊതുസേവനവും മുഖമുദ്രയാക്കിയാണ് കേന്ദ്ര സർക്കാർ രാജ്യവികസനത്തിനായി പ്രവർത്തിക്കുന്നത്. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ കാർഷിക മേഖലയുടെ പരിവർത്തനത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നു. കാർഷിക വിളകൾക്ക് പുറമെ മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിലെയും പുരോഗതിക്ക് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വികസന പദ്ധതികളിൽ നിന്ന് എല്ലാ കർഷകർക്കും പ്രയോജനം ലഭിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കുന്നുണ്ടെന്ന് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. 4 लाख करोड़ रुपया एग्रो प्रोडक्ट का एक्सपोर्ट हुआ है. ये मेरे देश के किसानों ने हमें ताकत दिखाई. हम छोटे किसान हो, पशुपालक हो, मछुआरे हो, देश के विकास की अनेक योजनाओं का लाभ आज हम उन तक पहुंचा रहे हैं. രാജ്യത്തിന്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ ഭാവിക്കായി കാർഷിക അനുബന്ധ മേഖലയിൽ എണ്ണമറ്റ അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്.
സേവാപർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ച ഇന്ന് വൈകിട്ട് 3:30 പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ആത്മനിർഭർ ഭാരത് സംരംഭത്തെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ മേരി ജോർജ് സംസാരിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് പേപ്പറുകളുടെ വ്യക്തതയും വായനാക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പനയിലും അച്ചടിയിലും മാറ്റങ്ങൾ നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ കത്തയച്ചു. ബാലറ്റ് പേപ്പറിൽ ഇനി മുതൽ സ്ഥാനാർത്ഥികളുടെ ബഹുവർണ്ണ ചിത്രങ്ങളാകും നൽകുക. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുകളും നോട്ടയും ഒരേ ശൈലിയിലും വലിപ്പത്തിലുമുള്ള അക്ഷരത്തിൽ അച്ചടിക്കും. യാത്രീ സേവാ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ മുഖ്യാതിഥിയായി. വിമാനത്താവളത്തിലെത്തിയ യാത്രികരെ വരവേറ്റത് ലക്ഷദ്വീപിന്റെ തനത് നൃത്ത കലാരൂപങ്ങളായ കോൽക്കളി, പരിചകളി, ദഫ്മുട്ട് എന്നിവയിലൂടെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് ഈ മാസം 22 മുതൽ നടപ്പാക്കുന്ന GST ഘടനാ പരിഷ്കരണം വസ്ത്രനിർമ്മാണ മേഖലയിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ GST 5% വരെ കുറച്ചത് ഈ മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. കൃത്രിമ ഫൈബർ തുണിത്തരങ്ങളുടെ GST 18% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ക്ലബ് ലീഗിന്റെ ആദ്യ മത്സരം ആലപ്പുഴ കൈനകരിയിൽ നാളെ നടക്കും. വിനോദസഞ്ചാരികൾക്കും വള്ളംകളി പ്രേമികൾക്കുമായി ടൂറിസം വകുപ്പാണ് ജലോത്സവം ഒരുക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ഇക്കൊല്ലത്തെ CBL 14 മത്സരങ്ങളാണ് ഉള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആദ്യ 9 സ്ഥാനക്കാരാണ് CBL പങ്കെടുക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കൈനഗിരിയുടെ സ്വന്തം ടീമായ UBC മത്സരിക്കുന്നില്ലെങ്കിലും ബാക്കിയുള്ള ക്ലബ്ബുകൾ ഒന്നിനൊന്ന് മെച്ചമാണ്. തീപാർന്ന മത്സരം നടക്കും. കൈനഗിരിയിൽ മത്സരം നടക്കുന്ന പമ്പയാറ്റിൽ സ്പീഡ് ബോട്ടുകൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:50 മത്സരം ആരംഭിക്കും. യോഗ്യതാ റൗണ്ടിൽ 84.85 മീറ്റർ ദൂരം മറികടന്നാണ് നീരജ് ഫൈനലിൽ കടന്നത്. 12 താരങ്ങൾ കലാശപ്പോരിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പേരൂർക്കട PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രധാനമന്ത്രിയുടെ ബാല്യകാലം പ്രമേയമാക്കി ചിത്രീകരിച്ച ചലോ ജീത്തെ ഹേ എന്ന ബയോപിക് ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം ഇന്നലെ നടന്നു. ശക്തവും വൈകാരികവുമായ സന്ദേശമാണ് ചിത്രം പകർന്നു നൽകുന്നത്. ദക്ഷിണ റെയിൽവേയിലെ തിരുവനന്തപുരം ഡിവിഷനിൽ സ്വച്ഛതാ ഹി സേവ 2025 തുടക്കമായി. ഒക്ടോബർ 2 വരെ 2 ആഴ്ച നീളുന്ന പ്രത്യേക ശുചിത്വ ക്യാമ്പയിൻ ആചരിക്കും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഗാസയിലെ യുദ്ധഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് നാം മാറരുതെന്ന് മന്ത്രി P. പ്രസാദ്. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മീഡിയ ഫെസ്റ്റിവൽ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന BJP നേതാവും പാർട്ടി ദേശീയ കൌൺസിൽ അംഗവുമായിരുന്ന ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ കോഴിക്കോട് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. BJP ജില്ലാ അധ്യക്ഷൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്യുന്നു. വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ, കേരള വന ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിച്ചു. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് പേപ്പറുകളുടെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് മുഖ്യമന്ത്രി എന്നോടൊപ്പം സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.